ഇടുക്കിയിലെ കട്ടപ്പനയിലെ ഇരട്ട കൊലപാതക കേസിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താൻ ഇന്നും പരിശോധന നടക്കുകയാണ്. നവജാത ശിശുവിനെ തൊഴുത്തിൽ കുഴിച്ചു മൂടി എന്ന ആദ്യ മൊഴിയുണ്ടല്ലോ, അതില് ആ പ്രതി ഉറച്ചു നിന്നില്ല. പ്രതി നിതീഷ് മാറ്റി പറഞ്ഞു. കുട്ടിയെ മറവ് ചെയ്ത സ്ഥലത്തിൽ അവ്യക്തതയാണ് ഇപ്പോഴുമുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേരുന്നു. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും തെളിവ് സംബന്ധിച്ച കാര്യങ്ങളിൽ യാതൊരു വ്യക്തതയുമില്ല. പ്രതി ഇത് വീണ്ടും മാറ്റി പറയുന്നു. ഇപ്പോഴത്തെ ഒരു പുരോഗതി അന്വേഷണത്തിന്റെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മോത്തി, തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ വരെ പ്രതി പറഞ്ഞിരുന്നത് ഈ നവജാത ശിശുവിനെ 4 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ആ വീടിനോട് സമീപത്തുള്ള തൊഴുത്തിൽ അതിൽ വെച്ചതിന് ശേഷം കട്ട വെച്ച് പണിത് മണ്ണിട്ട് മൂടി എന്നുള്ളതാണ് ഇന്നലെ വരെ പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ എൻ്റെ പിന്നിൽ കാണുന്നതാണ് ആ വീട്. ആ വീട്ടിൽ പരിശോധന നടത്തി. പക്ഷേ ആ പരിശോധനയിൽ ആ തൊഴുത്ത് പൊളിച്ചു നോക്കിയെങ്കിലും അവിടെ ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളോ മറ്റെന്തെങ്കിലുമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് പോലീസ് വീണ്ടും ചോദിച്ചപ്പോൾ ഈ പ്രതി പറയുന്നത് അവിടെ നിന്ന് താൻ ആ ശരീരം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എന്നാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ആ മൊഴിയിൽ അയാൾ ഉറച്ചു നിൽക്കുന്നില്ല. മൊഴി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുകയാണ്. എന്നാൽ ഈ കേസിലെ മറ്റു കൂട്ടാളികൾ, പ്രതിയുടെ മറ്റു കൂട്ടാളികളായിട്ടുള്ള ആളുകളുണ്ട്. അവർ ഇപ്പോഴും പറയുന്നത് ഈ തറയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ തൊഴുത്തിൽ തന്നെയാണ് കുഴിച്ചിട്ടത് എന്നുള്ളതാണ്. ഇനി മറ്റ് പ്രതികൾ അറിയാതെ ഈ നിതീഷ് ഈ മൃതദേഹം, കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ എന്ന സംശയം തീർച്ചയായിട്ടുമുണ്ട്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി ഇവിടെ വിശദമായിട്ടുള്ളൊരു പരിശോധന നടക്കും. അതോടൊപ്പം തന്നെ ഈ കേസിലെ മറ്റ് പ്രതികൾ സുമയും അതോടൊപ്പം തന്നെ വിഷ്ണു എന്നിവരുൾപ്പെടുന്ന മറ്റ് പ്രതികളുണ്ട്. അവരെയും ഇന്ന് ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ആ ചോദ്യം ചെയ്യലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ നിതീഷ് മാറ്റി പറഞ്ഞ മൊഴിയിലെ വൈരുദ്ധ്യം അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി പരിശോധനകൾ ആരംഭിക്കും. എന്തായാലും ഈ കേസ് ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരിക്കലും കേൾക്കാത്ത തരത്തിൽ, മറ്റാരും കാണാത്ത തരത്തിലുള്ള ഒരു കൊലപാതകം ഇവിടെ നടന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. പക്ഷേ അത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് നിലവിൽ എന്ന് പറയാം. ഒരുപക്ഷെ നമ്മൾ ഇതൊരു ദൃശ്യം മോഡൽ കൊലപാതകമാണ് എന്ന് പറഞ്ഞിരുന്നു. ദൃശ്യം മോഡലിൻ്റെ 2 ഭാഗങ്ങൾ, അല്ലെങ്കിൽ ദൃശ്യത്തിൻ്റെ 2 ഭാഗങ്ങൾ ഇറങ്ങിയിരുന്നു. ഈ മൃതദേഹം പ്രതി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ 1ഉം 2ഉം ഭാഗങ്ങൾ പൂർത്തിയാക്കുന്ന തരത്തിൽ ആ കഥയെ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ ആ സമാനമായിട്ടുള്ള തരത്തിലാണ് ഇവിടെ ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും ആ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ഒരാൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലാൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഈ കൊല്ലപ്പെട്ട വിജയനുമായി അടുത്ത എങ്ങനെയായിരുന്നു ഈ കുടുംബം? നിങ്ങൾ വർഷങ്ങളോളം ഇവിടെ താമസിച്ചു? ഇവിടെ ഞങ്ങൾ വന്നിട്ട് 46 വർഷമായി ഇവിടെ. അതിനു മുമ്പ് ഇവരുടെയൊക്കെ സ്ഥലം തന്നെ അവിടെയുള്ള ആൾക്കാർ മേടിച്ചിട്ടുള്ളൂ. ഇവരൊരു 50-55 വർഷമായിട്ട് ഇവരുടെ അച്ഛൻ, ഇവരുടെ അമ്മയൊക്കെ ആയിട്ടൊക്കെ ഞങ്ങളെല്ലാം പരിചയമാണ്. ഈ വിജയനൊക്കെ ഞങ്ങളുടെ ഒരു നല്ലൊരു സുഹൃത്തായിരുന്നു. ഒരു വീട് പോലെയൊക്കെ ഞങ്ങളൊക്കെ കഴിഞ്ഞവരാ. പിന്നെ എപ്പോഴൊന്നും ഞങ്ങൾ കാണുന്നില്ല. എങ്കിൽ പോലും ഇവരെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. അവസാന നിമിഷമൊക്കെ ആയപ്പോൾ ഒരു 10 മാസത്തോളമായിട്ട് വിജയനെ ഞങ്ങൾ കാണുന്നില്ല. വിജയൻ്റെ കുടുംബത്തിന് വന്ന് കാണുന്നത്. പിള്ളേരെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ലതായിട്ട് പഠിപ്പിച്ചത്. ഈ വിഷ്ണു, പിന്നെ ഈ നിതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ഞങ്ങൾക്ക് പരിചയമില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ടപ്പുറത്തെല്ലാം നിതീഷിൻ്റെ കുടുംബക്കാരുടെ സ്ഥലം എടുക്കുന്നത്. അതൊന്നും വിറ്റിട്ടൊന്നുമില്ല. വിജയം മാത്രമേ ഇങ്ങനെ വിറ്റിട്ടൊക്കെ ഉള്ളൂ. വിജയനെ അവസാനം നിങ്ങൾ എന്നാ കണ്ടത്? അവസാനം കണ്ട ഒരു വർഷമായി. 1 വർഷം മുമ്പ് കട്ടപ്പന ടൗണിൽ വെച്ച് നമുക്ക് മുഖം തരാതെ പോകുമായിരുന്നു. കഴിഞ്ഞ ഇലക്ഷന് ഞങ്ങൾ വിളിച്ചു വരുത്തുമായിരുന്നു. പിന്നീട് വിജയന്റെ ഫോണൊന്നും ആക്റ്റീവ് ആകുന്നില്ലായിരുന്നു. ഈ പെൺകുട്ടി ഗർഭിണിയായ കാര്യമോ പ്രസവിച്ച കാര്യമോ നിങ്ങൾക്കറിയാം? അയൽവാസികൾ അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് അറിയത്തില്ല. ദുരൂഹത ഉണ്ടായിരുന്നു. പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ വീട്ടിലേക്ക് പിന്നെ ഞങ്ങളെ ആരെയും അടുപ്പിക്കുമല്ലായിരുന്നു. മറ്റു പ്രതികളിലേക്ക് കൂടി അന്വേഷണം എത്തുന്നതോടുകൂടി, അവരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറുകളിലേക്ക് അറിയാൻ കഴിയുമെന്ന് വിചാരിക്കാം. അന്വേഷണം അങ്ങനെ പുരോഗമിക്കുകയാണ്. മൊഴികൾ ഈ പ്രതി വീണ്ടും മാറ്റി പറയുന്നതാണ് ഇതിൽ ഏറ്റവും ഒരു പ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നത്.